ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൊക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞത് ആ കാണുന്നതാണ് നിയമസഭാ മന്ദിരം. അതിനപ്പുറത്ത് ഇവിടുന്ന് കാണുന്ന ലൈറ്റ്സുകളാണ് കംപ്ലീറ്റ് ചന്ദ്രനായർ സ്റ്റേഡിയം. ആ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി കോളേജ്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗമായ കുന്നുകുഴിയിലാണ്. കുന്നുകുഴി PMGയിൽ നിന്നും കുന്നുകുഴിയിലേക്ക് വരുന്ന വഴി കുന്നുകുഴി ജംഗ്ഷനിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി 4.5 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് നമുക്കിത് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടൊരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 9 സെന്റിലായിട്ട് 2 വീടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 4.5 സെന്റും വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഇന്നോവ പോലുള്ള വണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കോമറ്റ് TV പോലുള്ള ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥല സൗകര്യം എന്ന് പറയുന്നത്. താഴത്തിൽ നമുക്കൊരു ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ ഒരു സെർവന്റ് റൂമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ ഈ സൈഡിലേക്ക് ഒരു റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ, ഒരു ചെറിയൊരു ബെഡ്റൂമായിട്ട് കൊടുത്തിട്ട് അവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരികയോ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് താഴത്തെ ഒരു പോർഷനായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തിൽ നമുക്ക് 2 3 സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് ശരിക്കും വീട്ടിലേക്ക് കയറി പോകേണ്ടത്. അപ്പൊ ശരിക്കും ഇത് 2 നിലയാണെങ്കിലും ഒരു 3 നിലയുടെ ഫീലാണ് നമുക്ക് ചെയ്യുന്നത്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമുമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഡ്രൈവേഴ്സ് റൂമിനായിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ മുതലാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ടാണ് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. 2 3 സ്റ്റെപ്പുകൾ കയറിയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ളത്. നല്ല ഒന്നാതര ടാർ റോഡാണ്. അതുകൊണ്ട് 2 വണ്ടി അനായാസേനം പാസ് ചെയ്ത് പോകുന്ന ടാർ റോഡ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. താമസിക്കാനായാലും ഇൻവെസ്റ്റ് ചെയ്യാനായാലും നല്ലൊരു പ്രോപ്പർട്ടി. സിറ്റിയുടെ ഹൃദയഭാഗമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഏകദേശം പട്ടം PMG സൈഡിലൊക്കെ നമുക്ക് വീട് നോക്കുന്നവർക്ക്, അതുപോലെ തന്നെ നിയമസഭയിൽ നിന്നൊക്കെ ഏകദേശം 1 കിലോമീറ്റർ താഴെ ഇതിലേക്ക് വരാനുള്ള സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് 2 മിനിറ്റിൽ താഴെ എത്താൻ പറ്റും എന്നാണ് ഈ വീടിന്റെ ലൊക്കേഷൻ ബേസ് നോക്കുമ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈഡ് ആയിട്ടുള്ള സിറ്റൗട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ രീതിയിലുള്ള സോപാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഒന്നാം തരം കൺസ്ട്രക്ഷൻ കൂടിയാണ് ഈ പ്രോപ്പർട്ടി. കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അകത്തേക്ക് കയറുമ്പോൾ നല്ല ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു L മോഡൽ ഹോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് ഡൈനിങ് സ്പേസ് ആയാലും നല്ല സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു സ്ഥല സൗകര്യത്തിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും, ടോട്ടൽ 4 ബെഡ്റൂം. അപ്പം 4+1 താഴെ ഒരു ചെറിയൊരു കുഞ്ഞു റൂമിലുണ്ട്. 5 ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റെന്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ അപ്പോൾ താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഡൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിവിടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പൂജാ റൂമോ അല്ലെങ്കിൽ ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇന്നത്തെ വീടുകളൊന്നും അധികം കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കോമൺ ടോയ്ലറ്റ് എന്നുള്ളത്. അതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇന്ത്യയിൽ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അതായത് അത്യാവശ്യം നല്ല പ്ലെയിൻ മോഡൽ ആയിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആഡംബരം മാർപ്പാടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിരിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ് ഈ വീട്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം അലമാരകളെല്ലാം തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. 2 റൂമിൽ ഒരു AC കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിന്റെ സൈസ് ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതിലും ഇനി നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ആർക്ക് വന്നാലും നമുക്ക് ഡയറക്റ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഈ വീടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിലേക്ക് നല്ല ഒരു വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റോറേജ് സ്പേസുകളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് അലമാരകളും കബോർഡ്സുകളും ഒക്കെ ചെയ്യാനുള്ള ഒരുപാട് പ്രൊവിഷൻ കൂടി ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒക്കെ സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യത്തിൽ കവിഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഒരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ അടുക്കും ചിട്ടയോടുകൂടി തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് അമ്മമാർക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കും. അവിടെയും അത്യാവശ്യം നമുക്ക് ചിലയിടത്തൊക്കെ കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇവിടെ ഇല്ല. അത്യാവശ്യം ഇറങ്ങി നിൽക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇടാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഡ്രസ്സ് നനയ്ക്കാനായിട്ടുള്ള കല്ല് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നമുക്കൊരു വാട്ടർ ടാങ്ക് സെപ്പറേറ്റ് ആയിട്ടും വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ സ്റ്റെയർകേസ് വൈറ്റ് പാറ്റേൺ, വൈറ്റുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് ടൈൽ പാറ്റേൺ കൊടുക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഹാൻഡിൽ കംപ്ലീറ്റും തടിയിലാണ് പണിഞ്ഞിട്ടുള്ളത്. അതൊരു
കൊത്തുപണിയായിട്ടുള്ള കുറെ ഡിസൈൻ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയയിലാണ് ചെയ്തിരുന്നത്. നമുക്കൊരു എൽ ടൈപ്പ് ആയിട്ടാണ് ഈ ഹോൾ ഏരിയ കൊടുത്തിട്ടുള്ളത്. താഴത്തേക്കാൾ കൂടുതൽ സ്ഥല സൗകര്യം ഇരിക്കുന്നു, കുറച്ചും കൂടി മുകളിലേക്ക് നല്ല വൈഡ്. താഴത്തെ ഹോളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോളാണ് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു വീട് കിട്ടാൻ വളരെ റയറാണ്. കാരണം സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും നല്ല വൈഡ് റോഡായിട്ടുള്ള ഫ്രണ്ടേജ് കിട്ടാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നല്ലൊരു വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാം. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും ശരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് വലിപ്പമുള്ള ബെഡ്റൂം. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഞാൻ നേരത്തെ പറഞ്ഞ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും AC കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നല്ല കബോർഡ്സുകൾ, ഒരുപാട് കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കംപ്ലീറ്റ് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ബോർഡല്ല. അതൊക്കെ ഏകദേശം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂമിലായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഹീറ്റർ അങ്ങനെയുള്ള എല്ലാ ആക്സസറീസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ചെയ്തിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും സൈസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ് ഉള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും കബോർഡ്സ്, ബോർഡുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ള അലമാരകളെല്ലാം തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മിററും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ട് തന്നെയാണ് അതും കൊടുത്തിട്ടുള്ളത്. അതും ബാത്റൂമിന്റെ സൈസിലൊന്നും യാതൊരു കോംപ്രമൈസോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം കയറുമ്പോഴും നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല. ഇതിന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ കാണുന്നതാണ് നിയമസഭാ മന്ദിരം. അത്രയും അടുത്താണ് കേട്ടോ. ഏകദേശം നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഏകദേശം 1 കിലോമീറ്റർ താഴെയാണ് നമുക്ക് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സിറ്റിയുടെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് 4 കിലോമീറ്ററോ 3 കിലോമീറ്ററിനകത്താണുള്ളത്. തമ്പാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് 2-3 കിലോമീറ്ററിനകത്താണ്. പാളയൊക്കെ ഏകദേശം 1 കിലോമീറ്ററിനകത്താണ്. അതുപോലെ സിറ്റിയുടെ ഇപ്പം പട്ടമായാലും മലപ്പാലാവും അല്ലെങ്കിൽ മുറിഞ്ഞവാലി എവിടെയായാലും കിംസ് മെഡിക്കൽ കോളേജ് ഒക്കെ പോകാനായിട്ട് നമുക്ക് വെറും 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയി 5 മിനിറ്റിൽ താഴെ ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത്. 2 ഫ്ലോറായിട്ട് റെന്റ് കൊടുക്കാനാണെങ്കിൽ നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും കിച്ചണുമായിട്ട് നമുക്ക് കൊടുക്കാം. ഇത്രയും പോർഷൻ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷീറ്റ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിച്ചണൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരുപാട് സ്ഥല സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഞാൻ ഇതിന്റെ മുകളിലത്തെ ഒരു വിശ്ലേഷണം കൂടെ കൊടുക്കുന്നുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് സിറ്റിയുടെ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് കാണുന്നതാണ് നിയമസഭാ മന്ദിരം. അതിനപ്പുറത്ത് ഇവിടുന്ന് കാണുന്ന ലൈറ്റ്സുകളാണ് കംപ്ലീറ്റ് ചന്ദ്രനായർ സ്റ്റേഡിയം. കാണുന്നതാണ് ഏകദേശം യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ മുകളിൽ നിന്നാൽ സിറ്റിയുടെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെയും തലപ്പൊക്കമുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതാണ് സിറ്റിയുടെ ഹൃദയഭാഗം. കാണുന്ന മെയിൻ റോഡ് സൈഡിലേക്ക് നമുക്ക് പോകുന്ന റോഡ്. ഏത് സൈഡിലേക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിച്ചേരാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു വില കുറഞ്ഞൊരു വാല്യൂബിൾ പ്രോപ്പർട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗമായ സെന്റർ ആയിട്ടുള്ള കുന്നുകുടി ജംഗ്ഷൻ സമീപമാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. 4 സെന്റാണ്, 2600 സ്ക്വയർ ഫീറ്റ് ആണ്. 12 വർഷമാണ് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത്. 4 ബെഡ്റൂം പ്ലസ് 1 ചെറിയൊരു ബെഡ്റൂം കൂടി പ്ലസ് 5 ബെഡ്റൂം കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,35,00,000 രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം തീർച്ചയായും താഴേക്കാവുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് വീഡിയോ ആണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക.